ഞാൻ ഈ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അവർ പണ്ട് നമ്മുടെ ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റും ഇതൊക്കെ ആക്കുമല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളാക്കിയിട്ട് ഇതെന്ത് ചെയ്യും, ഒരുപാട് നാളത്തെ പരിശ്രമമാണ്. അതായത് ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 1-2 വർഷത്തെ പരിശ്രമമാണ് ഇതൊന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ആക്കിയ ശേഷം ഇവരെന്ത് ചെയ്യും, ഇതിനെ വിക്ഷേപിക്കും. അപ്പം പല കാലങ്ങൾ കൊണ്ടും ഇത് ആകാശത്തു നിന്ന് ഫെയിലിയർ ആവും, പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ താഴോട്ട് പതിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ സമയത്ത് എന്താ ചെയ്യുക, ഈ മീഡിയാസ് മുഴുവൻ ഇവരെ ഭയങ്കരമായിട്ട് വിമർശിക്കും. ഇവിടെ സംഭവിക്കുന്ന അവരുടെ 2 വർഷത്തെ പരിശ്രമമാണ് മൊത്തത്തിൽ തകർന്നിട്ടുള്ളത്. അതിൻ്റെ ടെൻഷൻ അവർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മീഡിയാസും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും എന്നാണ് ഞാനതിൽ വായിച്ചത്. അപ്പോൾ ഞാൻ ഇതിവിടെ പറയാൻ കാരണം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയൊന്നും പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു 20-30 മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗൊക്കെ ആണെങ്കിൽ അവിടെ വരെ പോയ ഒരു സമയം നഷ്ടപ്പെടായിരിക്കും. പക്ഷേ നിങ്ങൾ അതിനെ കൊണ്ട് അങ്ങനെ ഡൗൺ ആവുന്ന ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതൊക്കെ കമ്പയർ ചെയ്താൽ മതി. വർഷങ്ങളോടെടുത്ത് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഫെയിലായി പോകുന്നു. അതുപോലെ ഫിലിംസ്, അതായത് സിനിമകൾ എടുക്കുന്നുണ്ടല്ലോ, സിനിമകളൊക്കെ എത്ര ആർട്ടിസ്റ്റുകൾ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് നമുക്ക് അത്രയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു വീഡിയോ പരാജയപ്പെട്ട് ഒരു വീഡിയോക്ക് വ്യൂസ് കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങളത് മുഴുവനായിട്ട് വിട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോസും ഒരേപോലെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടെത്താൻ നോക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് എൻ്റെ വീഡിയോസ് ഫെയിൽ ആവുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു റീസൺ എന്ന് നിങ്ങൾ കറക്റ്റ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫെയിലറിനെ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്യുക. എന്നാൽ മാത്രം സക്സസ് ആവുള്ളൂ. അല്ലാതെ ഒരേ പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു സക്സസ് കൊണ്ടുവരാൻ സാധ്യതയില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2025 കൂടി നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഒക്കെ ചേഞ്ച് ആവുകയാണ്. ഒരു 3 മാസം കൂടുമ്പോൾ അൽഗോരിതം ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊന്നും എന്തോ ഒരുപാട് അപ്ഡേറ്റ്സ് പുതുതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ്, നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ആളുകളുടെ പിന്തുണ കൂടിയേ പറ്റൂ. അപ്പോൾ ആളുകളുടെ പിന്തുണ കിട്ടുന്ന രീതിയിൽ, അവരുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അത്